السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين والعاقبة المتقين وعلى آله وصحبه أجمعين. ما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ പുണ്യമാക്കപ്പെട്ട ഈ ഭവനത്തിൽ അല്ലാഹു ഏറെ ഇഷ്ടപ്പെട്ട ബഹുമാനിച്ച് ആദരിച്ച പുണ്യ വെള്ളിയാഴ്ച ദിവസത്തിൽ ജുമുഅക്ക് വേണ്ടി ഒത്തൊരുമിച്ച് കൂടിയവരാണ് നാം ഓരോരുത്തരും. അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ഇഅ്തികാഫിന്റെ നിയ്യത്ത് കരുതണം. ആരെങ്കിലും മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഇഅ്തികാഫ ഫി ഹാദൽ മസ്ജിദി ലില്ലാഹി തആല, അല്ലാഹു തആലാക്ക് വേണ്ടി ഈ പള്ളിയിൽ ഞാൻ ഇഅ്തികാഫിന് കരുതി എന്ന് നിയ്യത്ത് വെക്കുക. പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, നമുക്കറിയാം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിലനിന്ന് കിട്ടണമെന്നാണ് എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത്. എത്ര ചെറിയതായാലും ശരി, അനുഗ്രഹങ്ങൾ, അള്ളാഹു നൽകിയതായ അനുഗ്രഹങ്ങൾ നിലനിന്ന് കിട്ടണം. എല്ലാവരും ആഗ്രഹിക്കുന്നത് തന്നെയാണ്. അതിനുവേണ്ടി രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്നു, എന്ത് തൊഴിലും ചെയ്യുന്നു, വെയിലും മഴയും മറ്റുമൊന്നും പ്രശ്നമില്ലാതെ നമ്മൾക്ക് വേണ്ടി, നമ്മുടെ സ്വന്തത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, നാടിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി നമ്മളെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ കഴിയുന്നുവോ അതൊക്കെയും നമ്മൾ ചെയ്യുന്നു. ലക്ഷ്യം ഒന്ന് മാത്രമാണ്, ഒരു പ്രയാസവും പ്രതിസന്ധിയുമില്ലാതെ വളരെ റാഹത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടു കൂടി കൂട്ടുകുടുംബങ്ങളോടൊത്ത്, നാട്ടുകാരോടൊത്ത്, സമൂഹത്തിൽ നിലയും വിലയും നിലനിർത്തിക്കൊണ്ട് അന്തസ്സത്തോടുകൂടി ജീവിക്കണമെന്നാണ് നമ്മുടെയൊക്കെയും ആഗ്രഹം. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും അല്ലാഹുവിനോട് ദുആ ചെയ്തതും ഇത് തന്നെയായിരുന്നു. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ഹദീസിൽ കാണാം, قال كان من دعاء رسول الله صلى الله عليه وسلم, അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുമായിരുന്നു, اللهم إني أعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. അതരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിനോട് കാവൽ ചോദിച്ചതാണ്. മിൻ സവാലി നിഅമതിക, അല്ലാഹുവേ, നീ ചെയ്തതായ നിഅമത്തുകൾ, നീ ചെയ്തതായ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾ നീങ്ങി പോകുന്നതിനെ തൊട്ട് എനിക്ക് കാവൽ നൽകണം അല്ലാഹ്. വതഹവുലി ആഫിയതിക, നീ നൽകിയതായ ആരോഗ്യമുണ്ടല്ലോ, ഈ ആരോഗ്യത്തിൽ മാറ്റം വരുന്നതിനെ തൊട്ടും എനിക്ക് കാവൽ നൽകണം അല്ലാഹ്. വഫുജാഅതി നിഖമതിക, നിന്റെ അദാബിൽ, നിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷ നൽകാൻ, കാത്തുരക്ഷിക്കാൻ എനിക്ക് നിന്റെ കാവൽ നൽകണം അല്ലാഹ്. വജമീഇ സഖതിക, നീ കോപിച്ചതായ ഒരുപാട് ആളുകളുണ്ട്, നിന്റെ ലക്ഷ്യം കരസ്ഥമാക്കിയവരുണ്ട്, അവരിൽ നിന്നും എനിക്ക് നീ കാവൽ നൽകണം അല്ലാഹ്. ഇന്ന് ലോകത്തിന്റെ നേതാവ് അതരവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും ദുആ ചെയ്തതാണ്. നമുക്കറിയാം, പ്രവാചകന്മാരിൽ പ്രധാനികളായ ഒരുപാട് പ്രവാചകന്മാർ, യാക്കൂബ് നബി നമുക്ക് എടുത്തു നോക്കിയാൽ, യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം നഷ്ടപ്പെട്ടപ്പോ അല്ലാഹുവിന്റെ മുമ്പിൽ കരഞ്ഞ് 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 കണ്ണീര് പോലും വറ്റിപ്പോയി, കാഴ്ചശക്തി പോലും വറ്റിപ്പോയതായ ചരിത്രമൊക്കെ നമുക്കറിയാവുന്നതാണ്. ചുരുക്കത്തിൽ പ്രവാചകന്മാർക്ക് പോലും അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നത് വലിയ വേദനയാണ്, വലിയ പ്രയാസമാണ്, വലിയ ബുദ്ധിമുട്ടാണ്. എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതായ അനുഗ്രഹങ്ങൾ നിലനിന്ന് കിട്ടണമെങ്കിൽ നമ്മൾ പരിപൂർണമായ ശാക്യറായി മാറണം. അല്ലാഹു ചെയ്യുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുന്നവരാവണം. ആ നന്ദി ചെയ്യാൻ നമ്മൾ സന്നദ്ധരായി കഴിഞ്ഞാൽ അല്ലാഹു വീണ്ടും വീണ്ടും നമുക്ക് വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കും. അതല്ല, അല്ലാഹു നമുക്ക് ചെയ്തതായ അനുഗ്രഹങ്ങൾക്ക് നന്ദികേട് കാണിക്കുന്നവരാണെങ്കിൽ അല്ലാഹുവിന്റെ ശിക്ഷ കഠിനകഠോരമാണെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തിയതല്ലേ. സൂറത്തുൽ ഇബ്രാഹീമിലെ 7-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ലഇൻ ശകറതും ലഅസീദന്നകും, അല്ലാഹു ചെയ്യുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരായി കഴിഞ്ഞാൽ ലഅസീദന്നകും, അല്ലാഹു വീണ്ടും വീണ്ടും വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതല്ല, വലഇൻ കഫറതും, നന്ദികേട് കാണിച്ചാൽ, എന്ത് നൽകിയാലും നിങ്ങൾ ശുക്റില്ലാത്തവരായി കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ ശിക്ഷ, ഇന്ന അദാബി ലശദീദ്,
കഠിന കഠോരമാണ്. ഏത് രൂപത്തിലാണ് വരിക എന്നറിയില്ല. കൊറോണയാവാം, പ്രളയമാകാം, ദുരന്തങ്ങളാവാം, രോഗമാകാം, പ്രയാസങ്ങളാകാം, പ്രതിസന്ധികളാവാം, നഷ്ടമായിരിക്കാം, ഇങ്ങനെ തുടങ്ങി പല രീതിയിലുള്ളതായ കഷ്ടപ്പാടുകൾ ലോകത്ത് മുഴുവനും മുൻനിർത്തി നിർത്തിയ പല പരീക്ഷണങ്ങളും നമ്മൾ മുമ്പിൽ കഴിഞ്ഞു പോയതല്ലേ. എന്നിട്ടും പാഠം ഉൾക്കൊള്ളാത്തവരായി നമ്മൾ മാറുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് തന്നെ അല്ലാഹു നമുക്ക് സമ്പത്ത് നൽകിയിട്ടുണ്ട്, ആരോഗ്യം നൽകിയിട്ടുണ്ട്, സൗകര്യങ്ങൾ നൽകിയിട്ടുണ്ട്. അതിനൊക്കെയും നന്ദിയുള്ളവരായി മാറാൻ നമ്മൾ സന്നദ്ധരാവണം. ശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹു പറയുകയാണ്, ഇന്നാ അഅതൈനാകൽ കൗസർ, അങ്ങേക്ക് നാം കൗസറിനെ നൽകി. ആ കൗസറിന് 2-3 തഫ്സീറുകൾ എടുത്ത് പരിശോധിക്കാം. ഒന്ന്, ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിതങ്ങൾക്ക് വേണ്ടി ഹൗദ്, ഒരു പാനപാത്രം നൽകിയിട്ടുണ്ട്. ഹൗദുൽ കൗസർ നമുക്ക് അറിയാവുന്നതാണ്. മറ്റൊരു തഫ്സീർ കാണുന്നത്, കൗസർ എന്ന് പറഞ്ഞാൽ അല്ലാഹു ഒരുപാട് നിഅമത്തുകൾ നബിയെ അങ്ങേക്ക് നൽകിയിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഫസല്ലി റബ്ബിക, അങ്ങേ റബ്ബിന്റെ സാഷ്ടാംഗം നൽകുക, സുജൂദ് ചെയ്യുക, നിസ്കരിക്കുക, കർമ്മങ്ങൾ നിർവഹിക്കുക. അതോടൊപ്പം അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ബലികർമ്മം നിർവഹിക്കുകയും ചെയ്യുക എന്ന പരിശുദ്ധ ഖുർആന്റെ അധ്യാപനം നമുക്ക് അറിയാവുന്നവരാണല്ലോ. ആ നിലക്ക് ഒരേ സമയം ശാരീരികമായും സാമ്പത്തികമായും ത്യാഗം ചെയ്യേണ്ടി വരുന്ന മഹത്തായ സൽക്കർമ്മമാണ് ഉദ്ഹിയ്യത്ത് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു ഉദ്ഹിയ്യത്ത് മൃഗം, ഒരു ഉദ്ഹിയ്യത്തിന് വേണ്ടി നമ്മൾ സന്നദ്ധരാകുമ്പോ അതിന് നമുക്ക് സാമ്പത്തികമായ ചിലവുകളുണ്ട്. അതോടൊപ്പം തന്നെ ആ ഉദ്ഹിയ്യത്തിന് വേണ്ടി മുഖം കണ്ടെത്തുവാനും അറുക്കുവാനും ആ അറുത്ത മാംസം ജനങ്ങളിലേക്ക് എത്തിക്കുവാനും ഇങ്ങനെ നമ്മുടെ ശാരീരികമായ ബാധ്യത നമുക്കുണ്ട്. ആ നിലയ്ക്ക് ശാരീരികമായ സാമ്പത്തികമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് സമർപ്പിക്കുന്ന വലിയൊരു ഇബാദത്താണ് ഉദ്ഹിയ്യത്ത് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ സമയത്ത് സാന്ദ്രമായി ഉണർത്താനുള്ളത്, നമ്മൾ ഉദ്ഹിയ്യത്തിൽ ഷഹർ ചേരുന്നവരായിരിക്കാം. കേവലം 10,000-ഓ 12,000-ഓ ഷെയർ കൊടുത്ത് മാറി നിൽക്കുന്നത് ബുദ്ധിയല്ല. നമ്മൾ ഷെയർ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ A മുതൽ Z വരെ എല്ലാ കാര്യങ്ങളും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരാണ്. എങ്കിലേ അതിന്റെ പരിപൂർണമായ പ്രതിഫലം കരസ്ഥമാക്കാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ. അല്ലാഹു നമുക്ക് അതിന്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്കറിയാം, ഉദ്ഹിയ്യത്ത് എന്ന് പറയുന്നത് തന്നെ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, അവിടുത്തെ പ്രിയപ്പെട്ട മകൻ ഇസ്മാഈൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ഗോചരമായ ജീവ ചരിത്രത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഉണർത്തിയല്ലോ, ഫലമ്മാ അസ്ലമാ വതല്ലത്തിൽ ജബീൻ, ഫലമ്മാ അസ്ലമ, അവർ രണ്ടുപേരും അനുസരണയുള്ളവരായപ്പോൾ പിതാവിനതാ സ്വപ്നത്തിലൂടെ നിത്യബോധം ലഭിക്കുകയാണ്. ഒരുപാട് വർഷം കാത്തിരുന്ന് കിട്ടിയ മകനാണ്. 100 വർഷങ്ങൾക്ക് ശേഷമാണ് ഇസ്മാഈൽ എന്ന പൊന്നുമകനെ അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്തായി നൽകുന്നത്. ആ മകനെ ഇറക്കാനുള്ള, ആ മകനെ കൊല്ലാനുള്ള, ആ മകനെ വേറെ ആരെങ്കിലും ഏൽപ്പിക്കാനല്ല, മറിച്ചോ സ്വന്തം കൈകൊണ്ടറുക്കാൻ അല്ലാഹുവിന്റെ കൽപ്പന വരികയാണ്. അല്ലാഹുവിന്റെ കൽപ്പന വന്നാൽ, അല്ലാഹുവിന്റെ തീരുമാനം വന്നാൽ പിന്നെ അവിടെ നാട്ടുകാരെന്നോ മക്കളെന്നോ കുടുംബമെന്നോ ബന്ധമെന്നോ ഒന്നുമേ നോക്കാതെ അല്ലാഹുവിന്റെ ആ ഒരു തീരുമാനത്തിലേക്ക്, ആ കൽപ്പനക്ക് വഴിപ്പെട്ടതായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പിതാവിനോട് അല്ലാഹു കൽപ്പിച്ചതായ കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി സ്വമനസാൽ സന്നദ്ധനായ മഹാനായ ഇസ്മാഈൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം, അവരെ കുറിച്ച് അല്ലാഹു പറഞ്ഞില്ലേ, ഫനാദൈനാഹു അന്ന ഇബ്രാഹിം, ഇസ്മാഈൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം വതല്ലത്തുൽ ജബീൻ, വർഷങ്ങളിലേക്ക് അറുക്കാൻ വേണ്ടി ചരിച്ചു കിടത്തിയതായ സമയത്ത് അല്ലാഹു വിളിച്ചുകൊണ്ട് പറയുന്നത്, യാ ഇബ്രാഹിം, ഇബ്രാഹിമേ, ഖദ് സദ്ദഖത റുയാ, അങ്ങയുടെ സ്വപ്നവിധ സാക്ഷാത്കരിച്ച് സത്യമാക്കിയിരിക്കുന്നു. ഇന്നാ കദാലിക, പ്രകാരം തന്നെ, നജ്സിൽ മുഹ്സിനീൻ, അങ്ങ് മുഹ്സിനീങ്ങൾക്ക് നൽകുന്ന, നന്മയായി ചെയ്യുന്നവർക്ക് ചെയ്യുന്ന പ്രതിഫലത്തിന് ഉടമയായിരിക്കുന്നു. ഇന്ന ഹാദാ ലഹുവ ബലാഉൽ മുബീൻ,
തീർച്ചയായും ഇത് വലിയ മഹത്തരമായ, വലിയ പ്രയാസപ്പെടുത്തുന്ന ശക്തമായ ഒരു പരീക്ഷണം തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്കിതാ ഇവിടെ ഇതാ ഒരു ആടിനെ നിങ്ങൾക്ക് അറുക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നൽകുകയാണ് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മൃഗത്തെ കൊടുക്കുകയും ആ ഇബ്രാഹിമിന് നൽകുന്ന പ്രതിഫലം നമുക്ക് കിട്ടാൻ, ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം ലഭിക്കുന്ന പ്രതിഫലം നമുക്ക് കിട്ടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അധ്യാപനത്തിൽ നിന്നും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് നൽകിയ മഹത്തരമായ കർമ്മമാണ് ഉദ്ഹിയ്യത്ത് എന്ന് പറയുന്നത്. മാത്രമല്ല പെരുന്നാൾ ദിവസം ഒരാൾ ചെയ്യുന്ന അമലുകളിൽ വെച്ചിട്ടോ ഉദ്ഹിയ്യത്തിനേക്കാൾ മഹത്തരമായ മറ്റൊരു പ്രവർത്തനവുമില്ലെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ രേഖപ്പെടുത്തിയതായിട്ട് കാണാം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, മാ അമില ഇബ്നു ആദം മിൻ അമലിൻ യൗമിൻ നഹർ. പെരുന്നാൾ ദിവസം ഒരു മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് അഹബ്ബ ഇലല്ലാഹ്, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട മറ്റൊരു പ്രവൃത്തിയുമില്ല, മിൻ ഇഹ്റാഖി ദമീ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ രക്തം ചിന്തുക എന്ന് വെച്ചാൽ ഉഹിയ്യത്ത് അറുക്കുക എന്നതിനേക്കാൾ പവിത്രമായ മറ്റൊരു പ്രവൃത്തിയുമില്ല. വഇന്നഹു ലയുഅതാ യൗമൽ ഖിയാമ, അങ്ങനെ ഒരാൾ സമനസാലെ ഒരു ഉഹിയ്യത്ത് അറുത്തു കഴിഞ്ഞാൽ ആ മൃഗം ഖിയാമനാൾ അവർക്ക് വേണ്ടി വരുന്നതാണ്. ബിഖുറൂനിഹാ, ഇത് പൂർണ്ണമായ ആരോഗ്യത്തോടുകൂടി, അതിന്റെ കൊമ്പും അതിന്റെ രോമങ്ങളും അതിന്റെ കുഴപ്പോടുകൂടി നാളെ ആഖിറത്തിൽ അവനോടൊപ്പം അവനെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകാൻ വിട്ടുകണക്ക് അവർക്കുള്ള വാഹനമായി വരുമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല വഇന്നദ്ദമ ലയഖഉ മിനൽ മക്കാനി മകാൻ ഖബ്ല അൻ യഖഅ ബിൽ അർളി, ആ ഉദിയത്ത് മൃഗത്തിന്റെ രക്തം ഭൂമിയിൽ തട്ടുന്നതിന് മുമ്പേ അവന്റെ സ്ഥാനമാനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വാനലോകത്തിലുള്ള പ്രതിഫലം അവർക്ക് വേണ്ടി ഒരുക്കി വെക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഫതീബു ബിഹാ നഫ്സാ, അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ സന്നാഹത്തോടുകൂടി, ഉത്സാഹത്തോടുകൂടി, സ്വയം ഇഷ്ടത്തോടുകൂടി, താല്പര്യത്തോടുകൂടി നിങ്ങൾ നിർവഹിക്കുക എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ 3 കാര്യമാണ് പ്രധാനമായിട്ടും അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ഒന്നാമത്തെ കാര്യം, പരിശുദ്ധമാക്കപ്പെട്ടതായ വലിയ പെരുന്നാൾ നമ്മുടെ മുമ്പിൽ വരാനിരിക്കുകയാണ്. കേവലം 20 ദിവസം മാത്രമാണ് നമുക്ക് അവശേഷിക്കുന്നത്. അത് കഴിഞ്ഞാൽ ബലിപെരുന്നാൾ വരുമ്പോ ആ ബലിപെരുന്നാൾ ദിവസത്തിൽ നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യില്ലേ? പള്ളിയിൽ പോകാറില്ലേ? ഖുതുബ ശ്രദ്ധിച്ച് കേൾക്കാറില്ലേ? നിസ്കരിക്കാറില്ലേ? കുടുംബങ്ങൾ നമ്മൾ ബന്ധം സ്ഥാപിക്കാറുണ്ട്. അതുപോലെ ഖബറാൾക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ട്. അങ്ങനെ പല പല നന്മകളും നമ്മൾ ചെയ്യാറുണ്ട്. അക്കൂട്ടത്തിൽ ഏറ്റവും മഹത്തരമായത് ഉഹിയ്യത്ത് കർമ്മമാണെന്നാണ് ഒന്നാമതായി പഠിപ്പിച്ചത്. രണ്ടാമതോ ആ ഒരു സഡൻ പാപമോചനം നൽകുമെന്നാണ്. ഭൂമി രക്തം എത്തുന്നതിന് മുമ്പേ അവന്റെ പാപമോചനം പൊറുകുമെന്നാണ്. മൂന്നാമത്തെ കാര്യമോ, ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം? മറ്റുള്ളവരുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാവരുതോ. എല്ലാവരും ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെ ചെയ്യാതിരിക്കുക? എന്നെക്കാൾ സാമ്പത്തികമായി കുറവുള്ള ആള് ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെ ചെയ്യാതിരിക്കുക എന്ന രൂപത്തിലാവരുത്. കഴിഞ്ഞ വർഷം ഏതായാലും എല്ലാവരും പങ്കെടുത്തു, ഈ വർഷം ഞാൻ പങ്കെടുക്കട്ടെ എന്ന സന്തോഷത്തോടു കൂടിയായിരിക്കണം. അതിൽ കഴിഞ്ഞവർ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല, ഇന്ന് എനിക്ക് സാമ്പത്തിക ശേഷിയുണ്ട് എന്ന സന്മനസ്സോടു കൂടി നിർവഹിക്കണമെന്നാണ്. മാത്രമല്ല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി സുന്നത്തായ ക്രമമാണ് ഉദ്ഹിയ്യത്തെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ ഇത് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം വല്ലാതെ വിഷമത്തോടുകൂടി ചരിത്രങ്ങളിൽ കാണാൻ. നിബിധങ്ങൾ ഇത് പറയുമ്പോ നിബിധങ്ങളുടെ മുഖം വല്ലാതെ ദേഷ്യം പിടിക്കുന്ന രൂപത്തിലായിരുന്നു. ആ രൂപത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞെന്നറിയുമോ?
വരുന്ന ദിവസം ഒരാൾക്ക് ബലിയെടുക്കാൻ ഉയർത്തെടുക്കാനുള്ള കഴിവും ത്രാണിയും ശേഷിയും സാമ്പത്തികമായ ശേഷിയുണ്ട്, ശാരീരികമായ ശേഷിയുണ്ട്. പക്ഷേ വലം യുളഹാ, അവൻ ഉയർത്തെടുത്തില്ല എങ്കിൽ ഫലാ യഖ്റബന്ന മുസല്ലനാ, അവൻ പെരുന്നാൾ ദിവസം ഈ എന്റെ മുസല്ലി എന്നോടൊപ്പം നിസ്കരിക്കാൻ വന്നു പോകരുത്, അടുത്തു പോകരുത് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗൗരവത്തോടു കൂടി പഠിപ്പിച്ചു തന്ന വലിയ മഹത്തരമുള്ള നമുക്ക് നൽകിയതായ അനുഗ്രഹങ്ങൾ നിലനിന്ന് കിട്ടാൻ നമുക്ക് പഠിപ്പിച്ചു തന്ന വലിയൊരു ഇബാദത്താണ് ഉദ്ഹിയ്യത്ത് കർമ്മം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മളെ കൊണ്ട് ഈ ഉദ്ഹിയ്യത്ത് കർമ്മം ഇത്രയും മഹത്വമുള്ളതായത് കൊണ്ട് തന്നെ പരിശുദ്ധ ഇസ്ലാം ഇതിന് ഒരുപാട് നിബന്ധനകൾ വെച്ച് തന്നിട്ടുണ്ട്. നമുക്കറിയാം, ഉദ്ഹിയ്യത്ത് കർമ്മം ഒരു മാടിനെ അറുക്കാൻ കഴിയുന്ന ആളുകൾ ഒരു മാടിനെ അറുക്കണം. അതിനും കഴിയാത്ത ആളുകൾക്ക് 7 ആളുകൾ കൂടിയിട്ട് 7 ഷഹറുകൾ ചേർന്നിട്ട് ഒരു മാടിനെ അറുത്താലും ഈ 7 ആളുകൾക്ക് ഉദ്ഹിയ്യത്തിന്റെ പ്രതിഫലം കിട്ടുമെന്നാണ്. അതല്ലെങ്കിൽ 2 വയസ്സ് പൂർത്തിയായ ഒരു ആടിനെ അറുത്താൽ അതിന്റെ പ്രതിഫലം കിട്ടുമെന്നൊക്കെ നമുക്ക് പഠിപ്പിച്ചത് നമ്മുടെ നേതാവായ ഖാതിമുൽ അംബിയാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് കഴിവുണ്ടെങ്കിൽ, നമുക്കതിന് ത്രാണിയുണ്ടെങ്കിൽ, നമുക്ക് അല്ലാഹു അതിന് സൗകര്യം നൽകിയിട്ടുണ്ടെങ്കിൽ, സാമ്പത്തികമായ ശേഷി നൽകിയിട്ടുണ്ടെങ്കിൽ, ശാരീരികമായ കഴിവ് നൽകിയിട്ടുണ്ടെങ്കിൽ, നമ്മളാരും അതിന് വിട്ടു നിൽക്കുന്നത് ഹബീബായ മുത്തുനബിയോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടാണ്. ഹബീബായ നബിയുടെ ആ ഒരു പ്രഖ്യാപനത്തോടുള്ളതായ എതിർപ്പാണ് നമ്മൾ പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ട് അത്തരക്കാർ നമ്മൾ ഉൾപ്പെടരുത്. ഹബീബിനെ സ്നേഹിക്കുന്ന, ഹബീബിന്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്ന, അള്ളാഹു നൽകിയതായ സമ്പത്തിൽ നിന്ന് അള്ളാഹുവിന്റെ നാമത്തിൽ ചെലവഴിക്കുന്ന നല്ല സജ്ജനങ്ങൾ ഉൾപ്പെടെ നമ്മളൊക്കെ പരിശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സാമ്പത്തികമായിട്ടും അതിന് വിട്ടു നിൽക്കുന്നതിൽ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഉദ്ഹിയ്യത്ത് കർമ്മത്തിൽ പങ്കെടുക്കുവാനും അതിന്റെ പുണ്യം കരസ്ഥമാക്കുവാനും അതിന്റെ പ്രതിഫലത്തോടു കൂടി സ്വർഗ്ഗത്തിലെത്തുവാനും ഹബീബിന്റെ ചാരത്തെത്തുവാനും അവിടെ തൃക്കരങ്ങൾ ഹൗദൽ കൗസറുമായി കുടിക്കുവാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ വർഷം സാമ്പത്തികമായ കഴിവുണ്ടെങ്കിലും അടുത്ത വർഷത്തെയെങ്കിലും ഒരു ഉയർത്തെടുക്കാനുള്ള സാമ്പത്തിക ശേഷിയിലേക്ക് അള്ളാഹു നമ്മുടെ വരുമാനങ്ങൾ വളർത്തി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ സാമ്പത്തിക, ശാരീരിക, സാമ്പത്തികമായ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു നമുക്ക് ഏവർക്കും മോചനം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.